സംശുദ്ധ രാഷ്ട്രീയത്തിന്റെ പ്രതീകമായ മഹാനായ മെഹബൂബെ മില്ലത്ത് ഇബ്രാഹിം സുലൈമാൻ സെട്ടു സാഹിബ് രൂപീകരിച്ച ഇന്ത്യൻ നാഷണൽ ലീഗ് എന്ന ആദർശ രാഷ്ട്രീയ പ്രസ്ഥാനം വ്യക്തിജീവിതത്തിലും രാഷ്ട്രീയത്തിലും ആദർശം കാത്തുസൂക്ഷിച്ച മഹാനായ മെഹബൂബെ മില്ലത്ത് അഴിമതിയുടെ കരപുരളാത്ത വിശ്വചക്രവർത്തിയിലെ സീമേൻ ഇന്ത്യൻ പാർലമെന്റിലെ ഗർജിക്കുന്ന സിംഹമായിരുന്നു. സമുദായത്തിന്റെയും പാവപ്പെട്ടവന്റെയും കണ്ണീരൊപ്പാൻ എന്ന് മുന്നിലുണ്ടായിരുന്നു. ഇന്ത്യയിൽ തന്നെ അപൂർവങ്ങളിൽ അപൂർവമായിരുന്ന ഇതുവരെ പകരം വെക്കാനില്ലാത്ത കിരീടം വെക്കാത്ത രാജാവായി മെഹബൂബെ മില്ലത്ത് ഇബ്രാഹിം സുലൈമാൻ സെട്ടു സാഹിബ് അന്തസ്സും അഭിമാനവും നിലനിർത്തിക്കൊണ്ട് ഇന്ത്യൻ നാഷണൽ ലീഗ് എന്ന രാഷ്ട്രീയ പ്രസ്ഥാനം ആദർശമായ ആശയങ്ങൾക്ക് പോലും മൂല്യങ്ങൾ കൈവിടാതെ, ആത്മവിശ്വാസം കൈവിടാതെ ജനസമൂഹത്തിനൊപ്പം നിൽക്കാൻ പ്രതിജ്ഞാബദ്ധമായി സാമ്രാജ്യത്വ ശക്തികൾക്കെതിരെയും വർഗീയ ഫാസിസ്റ്റ് ശക്തികൾക്കെതിരെയും സന്ധിയില്ലാ സമരം പ്രഖ്യാപിച്ച ഇന്ത്യ രാജ്യത്ത് അനേകമായിരം പാവപ്പെട്ടവന്റെയും ദലിതരുടെയും പിന്നികക്കാരുടെയും പ്രസ്ഥാനം ഇന്ന് 18 വർഷം നിലനിൽക്കുന്നു. INL സംബന്ധിച്ചിടത്തോളം മഹാവിജയം തന്നെയാണ്. LDF-ന്റെയോ UDF-ന്റെയോ ഘടകകക്ഷിയല്ലാതെ കേരളത്തിൽ ഒറ്റയ്ക്ക് പിടിച്ചു നിന്ന രാഷ്ട്രീയ പ്രസ്ഥാനം കെ കരുണാകരൻ രൂപീകരിച്ച DAC-ക്ക് പോലും 1 വർഷമേ ആയുസ്സുണ്ടായിരുന്നു. അതുപോലെ സിനിമാ നടൻ ദേവന്റെ പാർട്ടി, അങ്ങനെ എണ്ണിയാൽ തീരാത്ത ഒരുപാട് രാഷ്ട്രീയ പാർട്ടികൾ അപ്രതീക്ഷമായി. പലർക്കും ഇന്നത്തെ നേതാക്കന്മാർ അധികാരം വലുതെന്ന് കരുതിയവർ ആദർശത്തെ പണയം വെച്ചു. ഉദാഹരണത്തിന് കെ മുരളീധരൻ എന്ന രാഷ്ട്രീയ നേതാവ് 3 രൂപയുടെ മെമ്പർഷിപ്പിന് വേണ്ടി അലയുകയാണ്. ഇപ്പോൾ അദ്ദേഹത്തിനെ കാണാൻ പ്രയാസം തന്നെ. എന്നാൽ ഇന്ത്യൻ നാഷണൽ ലീഗ് എന്ന രാഷ്ട്രീയ പ്രസ്ഥാനം ഒരാഴ്ച കൊണ്ട് തകരുമെന്ന് പറഞ്ഞവർക്കും, പെട്ടെന്ന് മരണപ്പെടണമെങ്കിൽ INL-ന്റെ പ്രസിഡന്റായി ആയാൽ മതിയെന്ന് പറഞ്ഞവർക്കും, താക്കീതായി സമുദായ വഞ്ചകർക്ക് കണ്ണ് മഞ്ഞളിച്ചപ്പോൾ INL-ന്റെ അടിത്തറ ഭദ്രമായതിനാൽ ഇന്നും ആദർശ രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് പൂർവാധികം പ്രസക്തി വർദ്ധിച്ചിരിക്കുന്നു എന്നതിനാൽ ഇന്ത്യൻ നാഷണൽ ലീഗിന്റെ അഖിലേന്ത്യാ നേതാക്കന്മാരും സംസ്ഥാന നേതാക്കന്മാരും ഇന്ത്യൻ നാഷണൽ ലീഗിനെ ശക്തിപ്പെടുത്താൻ വേണ്ടി ഇനിയും മുന്നോട്ട് പോകുമെന്നതിൽ സംശയമില്ല. ഇന്ത്യൻ നാഷണൽ ലീഗിനെ സെട്ടു സാഹിബിന്റെ ആ ആദർശ രാഷ്ട്രീയ പ്രസ്ഥാനം ഖിയാമത്ത് നാൾ വരെ നിലനിൽക്കും. വ്യക്തിത്വവും അസ്തിത്വവും കാത്തുസൂക്ഷിച്ചുകൊണ്ട് ഇന്ത്യൻ നാഷണൽ ലീഗ് എന്ന രാഷ്ട്രീയ പ്രസ്ഥാനം പൂർവാധികം ശക്തിയോടെ മുന്നോട്ടേക്ക് തന്നെയാണെന്ന് ഈ സന്ദർഭത്തിൽ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ പ്രസംഗം ഇവിടെ അവസാനിപ്പിക്കും. ജയ് ഹിന്ദ്, ജയ് ഇന്ത്യൻ നാഷണൽ ലീഗ്.